ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഈ കാലോചിതമായ മാറ്റങ്ങൾ അർബാനയിൽ വരുത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് അധ്യാപകർ ചിറകുകൾ നൽകി. മനുഷ്യന് പ്രയോഗിക്കാൻ പറ്റുന്ന ഫോഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക് ഉപകരണം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിങ്ങും ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ അർബാന. സാധാരണക്കാർക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ഈ ഉപകരണം മുന്നോട്ട് വെച്ചത്. അതിനാൽ തന്നെ ഇതിന്റെ പ്രവർത്തനവും ഏറ്റവും ലളിതമായാണ്. മനുഷ്യൻ്റെ എഫർട്ട്, അധ്വാനം ഒരുപാട് കുറയ്ക്കുവാനും അതേസമയം അവരുടെ ഔട്ട്പുട്ട് ഒരുപാട് കൂട്ടുവാനും അവരുടെ പ്രവർത്തനക്ഷമത ഒരുപാട് കൂട്ടുവാനും ഉൽപാദനക്ഷമത കൂട്ടുവാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവസാന വർഷ വിദ്യാർത്ഥികളായ പൃഥ്വിരാജ്, ആതിര, അജയ്, വൈഷ്ണവ്, ആകാശ്, രമിത് എന്നീ വിദ്യാർത്ഥികളാണ് ഈ കണ്ടെത്തലിന് പിറകിൽ. ഇനി പേറ്റന്റ് നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത് വലിയ ഭാരം തലയിൽ ചുമന്ന് ബുദ്ധിമുട്ടാതിരിക്കാനാണ് ഈ അർബാനകൾ നിർമ്മിച്ചത്. ഈ കൈവണ്ടികൾ ഉന്തിക്കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉന്തിക്കൊണ്ടുപോകാനും പ്രയാസം തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രിക് അർബാനകൾ കൂടി വരുന്നതോടുകൂടി ആ കാര്യത്തിന് വലിയ ആശ്വാസമായിരിക്കും. നമ്മൾ പലപ്പോഴും അതേ പൊരി വെയിലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ഇത് ഉന്തി തള്ളി കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തായാലും ഇലക്ട്രിക് അർബാന എന്നുള്ള ഒരു ആശയം ഗംഭീരമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതിനാദ്യം തന്നെ വലിയൊരു അഭിനന്ദനം. സരംഗ് സുരേഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സരംഗ്, ഇത് എപ്പോൾ മുതൽ വിപണിയിലെത്തും? ഇതിന്റെ വില ഏത് രീതിയിലായിരിക്കും? കുട്ടികളുടെ എന്തായാലും ആ പ്രയത്നത്തിന് വലിയ ഒരു കയ്യടി. സാധാരണക്കാർക്ക് നമ്മൾക്കൊക്കെ തന്നെ നമ്മുടെ പല തൊഴിൽ മേഖലകളിലും ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പ്രാദേശികമായി അർബാന എന്നൊക്കെ പറയുന്ന ആ ഒരു കൈവണ്ടി. കാരണം നമുക്ക് എന്ത് ഭാരം വഹിക്കാനും നമ്മൾക്ക് നമ്മുടെ ആയാസം ഇല്ലാതാക്കുന്ന ഒരു വസ്തു. പക്ഷേ അത് തള്ളിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമില്ല. നമ്മളൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിരിക്കും. അപ്പോൾ നമുക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇലക്ട്രിക്കായി മാറുക എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം സാധാരണക്കാർക്ക് യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ആ ഒരു വസ്തു ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണക്കാരുടെ പ്രയാസം, അവരുടെ അധ്വാനത്തിനെ മാനിക്കുക, അതിനെ എന്താ പറയുക, അവരുടെ അധ്വാനത്തിനെ അംഗീകരിക്കുക എന്നുള്ള തരത്തിലേക്കാണ് കുട്ടികൾ ആ ഒരു കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുള്ളത്. അതിനെ അവരെ സപ്പോർട്ട് ചെയ്ത അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ KTU, പ്രത്യേകമായിട്ട് പറയേണ്ടത് ഇതിൽ KTUവിൻ്റെ പങ്കിനെ കുറിച്ചാണ്. അവരെ കൃത്യമായി കുട്ടികളെ ഫണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ആശയത്തിനായിട്ട്. അതിപ്പോൾ പ്രാവർത്തികമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ 60, 70, 80 കിലോഗ്രാം സുഖമായിട്ട് നമുക്ക് അതിൽ കൊണ്ട് നീക്കാൻ കഴിയുന്നുണ്ട്. ഒരു നേരത്തെ അധ്യാപകർ നമ്മളോട് പറഞ്ഞത് ഒരു കാറ് പോലും ഹാൻഡ് ബ്രേക്ക് ഇട്ട ഒരു കാറിൻ്റെ പിറകിൽ വെച്ച് തള്ളിക്കഴിഞ്ഞാൽ കാർ മൂവ് ചെയ്യിക്കാൻ കഴിയുന്ന അത്രത്തോളം ടോർക്കിയുള്ള എഞ്ചിനാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. ബാറ്ററിയൊക്കെ ആവട്ടെ അത്രത്തോളം പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ബൈക്കോ സ്കൂട്ടറോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ലാഘവത്തിൽ തന്നെ, ഒരു സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന ലാഘവത്തിൽ നമുക്കത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. സാധാരണക്കാർക്ക് ജസ്റ്റ് ഒരു കീ കൊടുത്ത് 2 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. ഇനി ഇത് വിപണിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി 1-2 വർഷത്തിനുള്ളിൽ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഒരു പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിപണിയിലേക്ക് എത്തും. ഒരു 45,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 50,000 രൂപയ്ക്കോ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഉദ്യമങ്ങൾ മുന്നോട്ടേക്ക് വരട്ടെ. സാധാരണക്കാരുടെ അധ്വാനത്തിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള അധ്വാനത്തെ അംഗീകരിക്കുന്നത് കൂടിയാണ് ഇവരുടെ ഈ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. അധികം വൈകാതെ തന്നെ വിപണിയിലേക്ക് എത്തും. സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് അതിന്റെ വിലയും ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ BTech വിദ്യാർത്ഥികളാണ് ഈ നിർമ്മിതിക്ക് പിന്നിൽ. അവരുടെ ആ ഒരു ഉദ്യമത്തിന് വലിയ ഒരു കയ്യടി.